ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത ദിനങ്ങൾ തുടരുകയാണ്. ISLന്റെ പുതിയ സീസൺ ജനുവരി 1-ന് ആരംഭിച്ച് മെയ് 31-ന് അവസാനിക്കുന്ന രീതിയിൽ നടത്താൻ ഫെഡറേഷൻ മുന്നോട്ട് വെച്ച പുതിയ ഫോർമാറ്റിൽ ISL നടത്തുന്നതിന് വേണ്ടി ക്ലബ്ബുകളുടെ സമ്മതം തേടുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ISL ക്ലബ്ബുകളുടെ പ്രതിനിധികളും ഫെഡറേഷനും ഒത്തുചേർന്ന ഒരു യോഗം നടക്കുകയുണ്ടായി. ആ യോഗം പരാജയപ്പെട്ടു എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. പുതുതായി ISLലേക്ക് പ്രവേശനം നേടിയെത്തിയ ഇന്റർകാശി ഉൾപ്പെടെ എല്ലാ ക്ലബ്ബുകളും പങ്കെടുത്ത മീറ്റിംഗിൽ പക്ഷേ ISLന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ മീറ്റിംഗ് വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കിയിരുന്നത്. ഇതിനുശേഷം പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിരാശയാണ് ഫലം. ഇനിയിപ്പോൾ ISLന്റെ ഭാവി എന്താകുമെന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. കാര്യങ്ങൾ കൂടുതൽ വൈകിയാൽ ഒരുപക്ഷെ പുതിയ സീസൺ പൂർണ്ണമായും സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ വീണ്ടും സജീവമാകുകയാണ്. എന്നാൽ ISLന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ നിയമ നടപടികളിൽ വ്യക്തത വന്നതിന് ശേഷം ISLന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ക്ലബ്ബുകളുടെ പ്രതിനിധികൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. അതായത് ISLന്റെ നടത്തിപ്പിന്റെ കാര്യത്തിലുള്ള ചർച്ചകൾ ഇനി പുരോഗമിക്കണമെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നും നിയമ നടപടികളുടെ കാര്യത്തിൽ വ്യക്തത ലഭിക്കണം. അതിനുശേഷം മാത്രമേ ISLന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയുള്ളൂ.